ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദാമോദര മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി വരുന്നത് 2025 ഒക്ടോബർ 17 എല്ലാ ഏകാദശി വ്രതവും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതുപോലെ ഏറെ പ്രാധാന്യമുള്ളതാണ് രാമ ഏകാദശി. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു ഭക്തന് ജീവിച്ചിരിക്കുന്നതുവരെ വളരെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് ജീവിത അവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. ഇതെല്ലാം കൊണ്ടാണ് നാം എപ്പോഴും പറയുന്നത് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വവും ഏറ്റവും ശ്രേഷ്ഠവുമായത് ഏകാദശി വ്രതം എന്ന്. 16 ദശമിയാണ്. അന്നേ ദിവസം തന്നെ ഏകാദശി ആരംഭിക്കുന്നുണ്ട്. ഏകാദശി 16 ഒക്ടോബർ മാസം 16 രാവിലെ 10:35 മുതൽ ഒക്ടോബർ 17 രാവിലെ 11:12 വരെയാണ് ഏകാദശി തിഥിയുള്ളത്. 16 ദശമി ഉണ്ട്. അത് കഴിഞ്ഞാണ് ഏകാദശി ആരംഭിക്കുന്നത് 10:35. അതുകൊണ്ടാണ് നമ്മൾ 16 ഏകാദശിയായിട്ട് എടുക്കാത്തത്. കാരണം ദശമി സ്പർശിച്ചതുകൊണ്ട്. ദശമി ഇല്ലാത്ത ദിവസം ഏകാദശി വന്നാൽ മാത്രമേ നമ്മൾ ഏകാദശിയായി അതിനെ ആചരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒക്ടോബർ 17 നമ്മൾ ഏകാദശിയായിട്ട് അനുഷ്ഠിക്കുന്നത്. ഹരിവാസര സമയം ഏകാദശി ദിവസം വെളുപ്പിന് 5:06 മുതൽ വൈകുന്നേരം 5:32 വരെയാണ് ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന സമയമാണ് ഹരിവാസര സമയം. ഈ ഹരിവാസര സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നതാണ്. ഈ ഹരിവാസര സമയത്തിൽ തന്നെ നമ്മൾ ഉപവാസം ഇരുന്നാലും വളരെ നല്ലതാണ്. മറ്റുള്ള സമയങ്ങളിൽ നമുക്ക് മറ്റുള്ള പാലുൽപ്പന്നങ്ങളോ പഴവർഗ്ഗങ്ങളോ കഴിക്കാം. എന്നാൽ ഹരിവാസര സമയത്തിൽ മാത്രം ഒന്നും കഴിക്കാതിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അത് ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ചെയ്യുക. ഇനി നമുക്ക് ഈ ഏകാദശിയുടെ വ്രതകഥ നോക്കാം. ഒരിക്കൽ അർജുനൻ ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ഭഗവാനെ, ഈ ദാമോദര മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേരെന്താണ്? ഈ ഏകാദശിയുടെ പ്രത്യേകത, ഇതിൻ്റെ വ്രതകഥ എന്താണ്? ഈ ഏകാദശിയുടെ മാഹാത്മ്യം എന്താണ്? ഭഗവാനെ ഇതെല്ലാം അങ്ങ് പറഞ്ഞു തന്നാലും. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഹേ പാർത്ഥ, ദാമോദര മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേരാണ് രാമ ഏകാദശി. ഇതിൻ്റെ കഥ ഇപ്രകാരമാണ്. പുരാതന കാലത്ത് മുചുകുന്ദൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു ഇന്ദ്രൻ, വരുണൻ, കുബേരൻ, വിഭീഷണൻ തുടങ്ങിയവർ. വിഷ്ണു ഭക്തനായ ഈ രാജാവ് ഹരിശ്ചന്ദ്ര രാജാവിനെ പോലെ സത്യസന്ധനായിരുന്നു. ഇദ്ദേഹത്തിന് ചന്ദ്രഭാഗ എന്നൊരു മകൾ ഉണ്ടായിരുന്നു. അവളെ ചന്ദ്രസേന രാജാവിൻ്റെ മകനായ ശോഭന വിവാഹം കഴിച്ചു. മുചുകുന്ദൻ രാജാവ് ഏകാദശി വ്രതം ആചാര അനുഷ്ഠാനങ്ങളോടെ എടുത്തിരുന്നു. രാജ്യത്തിലെ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. തൻ്റെ മകൾ അച്ഛനെ പോലെ വിഷ്ണു ഭക്തയായിരുന്നു. 8-ാം വയസ്സു മുതൽ തന്നെ ഏകാദശി വ്രതവും അവൾ അനുഷ്ഠിച്ചിരുന്നു. ഒരു ദിവസം ശോഭന രാജാവ് തൻ്റെ പത്നിഗൃഹം സന്ദർശിക്കാനായി എത്തി. ആ ദിവസം കാർത്തിക മാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസമായിരുന്നു. എന്നാൽ ദശമി ദിവസം തന്നെ മുചുകുന്ദൻ വ്രതം അനുഷ്ഠിക്കാനായി എല്ലാവരോടും ആഹ്വാനം ചെയ്തിരുന്നു. ശോഭനൻ കൊട്ടാരത്തിലെത്തിയത് ഏകാദശി ദിവസമായിരുന്നു. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ്. ചന്ദ്രഭാഗ ആകെ ആശങ്കയിലായി. കാരണം തൻ്റെ ഭർത്താവ് ശോഭനൻ ഇത്ര വലിയ വ്രതമൊന്നും അനുഷ്ഠിക്കില്ല എന്ന് അവൾക്കറിയാം. ആരോഗ്യമില്ല എന്ന് അദ്ദേഹം പറയും. ഈ സാഹചര്യത്തിൽ ശോഭനൻ ചന്ദ്രഭാഗയോട് ഇപ്രകാരം പറഞ്ഞു: അയ്യോ, ദയവായി എനിക്കൊരു പരിഹാരം പറഞ്ഞു തരൂ പ്രിയേ. ഞാൻ ഉപവസിച്ചാൽ തീർച്ചയായും മരിക്കും. അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കൂ. എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് മൃഗങ്ങൾക്ക് വരെ ഈ ദിവസം ഭക്ഷണം കൊടുക്കാറില്ല. പിന്നെ എങ്ങനെയാണ് മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അതുകൊണ്ട് അങ്ങ് ഇവിടെ താമസിക്കണ്ട, മറ്റെവിടെയെങ്കിലും പോയി താമസിക്കൂ. ഇല്ല, ഞാൻ മറ്റെവിടേക്കും പോകില്ല. ഞാൻ ഉപവാസം എടുക്കാം. എല്ലാം വിധി പോലെയല്ലേ സംഭവിക്കൂ.
എന്നു പറഞ്ഞ് വ്രതം അനുഷ്ഠിക്കുക തന്നെ ചെയ്തു. ശോഭനൻ വ്രതം എടുക്കുകയും അതോടൊപ്പം തന്നെ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞിരിക്കുകയും ചെയ്തു. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ ശോഭനൻ സൂര്യോദയത്തിന് മുമ്പ് തന്നെ മരിച്ചുപോയി. രാജാവ് ശോഭനൻ്റെ ശരീരം വെള്ളത്തിൽ ഒഴുക്കിവിട്ടു. പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രഭാഗ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. രാമ ഏകാദശിയുടെ ശുഭകരമായ അവസരത്തിൽ ഭഗവാൻ വിഷ്ണു ശോഭനനെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുകയും ഭഗവാന്റെ കൃപയാൽ മന്ദാരചല പർവ്വതത്തിൽ ദേവപുരം എന്ന ഒരു സമൃദ്ധി നിറഞ്ഞ മനോഹരമായ ഒരു നഗരം ശോഭനന് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ശോഭനനെ ഭഗവാൻ ആ ദേവനഗരത്തിൻ്റെ രാജാവാക്കി മാറ്റുകയും ചെയ്തു. ഒരു ദിവസം മുചുകുന്ദ നഗരത്തിൽ നിന്ന് സോമശർമ്മ എന്ന ബ്രാഹ്മണൻ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് ദേവപുരം നഗരത്തിലെത്തി. അവിടെ ശോഭനനെ കണ്ട് അത്ഭുതപ്പെട്ടു. ബ്രാഹ്മണൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് താങ്കൾ ജീവിച്ചിരിക്കുന്നു? എങ്ങനെ ഇത് സംഭവിച്ചു? അപ്പോൾ ശോഭനൻ തൻ്റെ കഥ പറഞ്ഞു. എനിക്ക് അപ്പോൾ മരണം സംഭവിക്കണം എന്നത് വിധി. എന്നാൽ എന്നെ നിർബന്ധിപ്പിച്ച് രാമ ഏകാദശി അനുഷ്ഠിപ്പിച്ചു. അതിൻ്റെ ഫലമാണ് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടിയതും ഈ മനോഹര നഗരം തന്നതും. പക്ഷേ ഈ നഗരം അസ്ഥിരമാണ്, എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം. ബ്രാഹ്മണശ്രേഷ്ഠ, എൻ്റെ കഥ ഇവിടെ നിൽക്കട്ടെ. അങ്ങ് ചന്ദ്രഭാഗയെക്കുറിച്ച് പറയൂ. താങ്കളില്ലാത്ത ദുഃഖം ചന്ദ്രഭാഗയ്ക്കുണ്ട്. എന്നാലും ഭഗവാന്റെ ഭക്തയായതുകൊണ്ട് അവളങ്ങനെ കഴിഞ്ഞു പോകും. ഇനി പറയൂ രാജാവേ, താങ്കളുടെ നഗരം എന്തുകൊണ്ടാണ് അസ്ഥിരമെന്ന് പറഞ്ഞത്? ഇനി പറയൂ രാജാവേ, താങ്കളുടെ നഗരം എന്തുകൊണ്ടാണ് അസ്ഥിരമെന്ന് പറഞ്ഞത്? അതിന് യാതൊരു പരിഹാരവുമില്ലേ? പരിഹാരമുണ്ട്. എൻ്റെ നഗരത്തെ സ്ഥിരപ്പെടുത്താൻ വിഷ്ണു ഭക്തയും ഏകാദശി ആചാര അനുഷ്ഠാനങ്ങളോടെ എടുത്തിരുന്ന എൻ്റെ പ്രിയപത്നി ചന്ദ്രഭാഗയ്ക്ക് കഴിയും. ബ്രാഹ്മണൻ ഉടൻ തന്നെ അവിടെ നിന്ന് പോയി ചന്ദ്രഭാഗയോട് എല്ലാ വിവരവും ധരിപ്പിച്ചു. ഇത് കേട്ട ചന്ദ്രഭാഗ അത്ഭുതവും സന്തോഷവും തോടെയും ഇങ്ങനെ പറഞ്ഞു, എന്നെ ഉടനെ അവിടെ എത്തിക്കൂ ബ്രാഹ്മണശ്രേഷ്ഠ. ബ്രാഹ്മണൻ ഉടൻ തന്നെ ചന്ദ്രഭാഗയെ മന്ദാരതല പർവ്വതത്തിനടുത്തുള്ള വാമദേവൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി. കഥ കേട്ട വാമദേവൻ മന്ത്രങ്ങൾ കൊണ്ട് ആചാരപരമായ ഒരു ശുദ്ധീകരണം നടത്തി. ഈ മന്ത്രങ്ങളുടെയും ഏകാദശി വ്രത മാഹാത്മ്യത്തിൻ്റെയും ഫലമായി ചന്ദ്രഭാഗ ഒരു ദിവ്യരൂപം പ്രാപിച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ശോഭനൻ സന്തോഷത്തോടെ അവളെ സ്വാഗതം ചെയ്തു. ചന്ദ്രഭാഗ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ ഭഗവാനെ, 8 വയസ്സു മുതൽ ഞാൻ അനുഷ്ഠിച്ച ഏകാദശി വ്രതത്തിൻ്റെ പുണ്യത്താൽ ഭഗവാനെ അങ്ങ് എൻ്റെ ഭർത്താവിന് നൽകിയ ദേവനഗരം സ്ഥിരത ഉള്ളതാക്കി മാറ്റണേ. അങ്ങനെ ആ നഗരം ശാശ്വതമായി നിലനിർത്തുവാൻ ചന്ദ്രഭാഗയുടെ ഏകാദശി വ്രത പുണ്യത്തിന് കഴിഞ്ഞു. അവിടെ ശോഭനനും ചന്ദ്രഭാഗയും സന്തോഷത്തോടെ വസിച്ചു. ഹേ അർജുന, ഇതാണ് രാമ ഏകാദശിയുടെ മഹത്വം. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ഭഗവാൻ ഭക്തവത്സലനും കരുണാമയനും ക്ഷമിക്കുന്നവനുമാണ് ആ ഭക്തവത്സലൻ. ആരെങ്കിലും ആ ഭഗവാനെ ഭക്തിപൂർവമോ നിർബന്ധപൂർവമോ ആരാധിക്കുകയോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയോ ചെയ്താലും മികച്ച ഫലങ്ങളാണ് ലഭിക്കുന്നത്. എന്നാലും നമ്മൾ പൂർണ്ണ ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കണം. ഇവിടെ ശോഭനൻ ഒരിക്കലെങ്കിലും എടുത്ത വ്രതത്തിൻ്റെ പുണ്യമാണ് ശോഭനന് തൻ്റെ ജീവൻ തിരികെ ലഭിച്ചത്. പുതിയ ഒരു നഗരവും ലഭിച്ചു. ഭാര്യയായ ചന്ദ്രഭാഗയുടെ അചഞ്ചലമായ ഭക്തിയും വ്രതപുണ്യവും കാരണം അവൾക്ക് തൻ്റെ ഭർത്താവിനെ തിരികെ ലഭിച്ചു. അതോടൊപ്പം ആ നഗരം സ്ഥിരമാക്കി നിർത്തുവാനും അവൾക്ക് കഴിഞ്ഞു. ഈ വ്രതകഥ കേൾക്കുകയോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നത് പോലും 100 കോടി പുണ്യമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം അവരുടെ പാപങ്ങൾ നശിച്ച് വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം. ഈ വ്രതകഥ ഏകാദശിക്കും ദ്വാദശിക്കും കേൾക്കണം. ദശമി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ദീപം കൊളുത്തി ഭഗവത് നാമങ്ങൾ ജപിക്കുക. ദശമി ദിവസം രാവിലെ തുളസി ഇലകൾ ഇറുത്ത് വയ്ക്കുക. രാവിലെ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. അരിയാഹാരം ഒഴിച്ച് കഴിക്കുക.
ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാം. ലഘുവായ രീതിയിൽ കഴിക്കുക. വൈകുന്നേരം സന്ധ്യയ്ക്ക് 5 മണിക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തുക. ഗോതമ്പിലുള്ളതെന്തെങ്കിലും ഈ വൈകുന്നേരം കഴിക്കാവുന്നതാണ്. രാത്രി പാലോ പഴങ്ങളോ എന്തെങ്കിലും മിതമായി കഴിക്കാം. ഏകാദശി ദിവസമായ ഒക്ടോബർ 17-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് 5 തിരിയിട്ട നെയ്വിളക്ക് കൊളുത്തി ഹരിനാമ കീർത്തനങ്ങളായ നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത, ജ്ഞാനപ്പാന, ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ജപിക്കുക. ഓം നമോ നാരായണായ ഇവയൊക്കെ ജപിക്കാവുന്നതാണ്. പാപങ്ങൾ നശിക്കാനും ആഗ്രഹ സാഫല്യത്തിനുമായി ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിലോ പോകാം. ഈ ദിവസം ഉപവാസമായി തന്നെ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം അനുഷ്ഠിക്കുക. ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർ ഉപവാസമായി തന്നെ എടുക്കുക. ധാന്യങ്ങൾ ഒന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. പാല്, പാലുൽപ്പന്നങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പലണ്ടി, ഫ്രൂട്ട്സ്, ചൗവരി, ചാമ ഇവയെല്ലാം കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച ഒക്ടോബർ 18-ാം തീയതിയാണ് പാരണ വിടുന്നത്. തുളസി തീർത്ഥം ക്ഷേത്രത്തിൽ നിന്ന് സേവിച്ചുകൊണ്ട് പാരണ വിടാം. അല്ലെങ്കിൽ രാവിലെ കുളിച്ച് നാമം ജപിച്ച് വ്രതകഥ കേട്ട് അതിനുശേഷം പാരണ വിടുന്ന സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഒക്ടോബർ 18-ാം തീയതി ദ്വാദശിക്ക് വ്രതം അവസാനിച്ചു എന്ന് വിചാരിച്ച് നോൺ വെജ് ആരും കഴിക്കരുത്. അന്നും വ്രതമായി തന്നെ ഇരിക്കുക. വൃദ്ധർ, കുഞ്ഞുങ്ങൾ, രോഗികൾ, ഗർഭിണികൾ ഇവരാരും തന്നെ വ്രതം അനുഷ്ഠിക്കാതെ ഭഗവത് നാമങ്ങൾ ചൊല്ലി ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് സസ്യാഹാരം കഴിച്ച് ഇരുന്നാലും പുണ്യമാണ് ലഭിക്കുന്നത്. പുലവാലായ്മ, പീരീഡ്സ് ടൈം ഇതൊന്നും തന്നെ വ്രതം അനുഷ്ഠിക്കുന്നതിന് തടസ്സമില്ല. ഇവർ വ്രതത്തിൻ്റെ എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് കുളിച്ച് ഹരിനാമ കീർത്തനങ്ങൾ ചൊല്ലി ലഘുഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം. ദീപം കൊളുത്തിവെച്ച് പ്രാർത്ഥിക്കരുത്. പൂജാമുറിയിലല്ലാതെ വേറെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത്. ദശമി ദിവസം രാവിലെ തുളസിയിലകൾ പറിച്ചു വയ്ക്കുക. പീരീഡ്സ് ആയവരും പുലവാലായ്മയുള്ളവരും തുളസിയിലകൾ പറിക്കരുത്. ഇനി നമുക്ക് പാരണ ടൈം നോക്കാം. വ്രതം അവസാനിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ ഒക്ടോബർ 18-ാം തീയതി രാവിലെ കേരളത്തിൽ 6:10 മുതൽ 10:08 വരെയാണ്. ഗുജറാത്ത് 6:37 മുതൽ 10:29 വരെ. ആൻഡമാൻ നിക്കോബാർ 5:09 മുതൽ 9:06 വരെ. മലേഷ്യ 6:48 മുതൽ 10:50 വരെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവരും ഈ വ്രതം അനുഷ്ഠിച്ച് നാം ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം നേടുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.